ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർ ഈ വീഡിയോ കാണുക. പെട്ടെന്നൊരു രോഗമുണ്ടായാൽ ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ നല്ലൊരു ആശുപത്രിയിൽ പോയി ചികിത്സ നടത്താം എന്ന് കരുതിയാണ് പലരും ഇല്ലാത്ത കാശ് മുടക്കി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നത്. എന്നാൽ ഒരാവശ്യം വന്നാൽ, ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നാൽ ഇൻഷുറൻസ് കമ്പനികൾ 100 നിബന്ധനകൾ, പല പല കണ്ടീഷനുകൾ വെക്കും. ക്യാഷ്ലെസ് ചികിത്സ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പണം അവർ അടയ്ക്കേണ്ടി വരും. പലതരത്തിലുള്ള ആശയക്കുഴപ്പം ഇവർ ഉണ്ടാക്കും. ഒടുക്കം നിങ്ങൾ പണമടയ്ക്കൂ, റീഇംബേഴ്സ് ചെയ്തു തരാം എന്ന കണ്ടീഷൻ വെക്കും. ആശുപത്രികൾ അവർക്ക് ടൈപ്പുള്ള ബ്ലേഡ് കമ്പനികളെ കൊണ്ട് കൊള്ളപ്പലിശയ്ക്ക് ഫിനാൻസ് ഒരുക്കിത്തരാം എന്ന് പറയും. ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവ പരമാവധി പുറത്തെത്തിക്കുവാനാണ് ITV ന്യൂസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതോടൊപ്പം സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും ഉണർന്നു പ്രവർത്തിക്കണം. ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പ്രോപ്പർ ഓഡിറ്റിംഗ് ഉണ്ടാവണം. ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് തടയിടുവാനും സാധിക്കണം. അതിനുവേണ്ടിയാണ് ITV ന്യൂസ് ജനങ്ങളുടെ ഇത്തരം അനുഭവങ്ങൾ നൽകുന്നത്. ഇന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലെ മുൻ ജീവനക്കാരനായ ജീത്ത് എന്ന വ്യക്തി വിളിച്ചത് കേൾക്കുക. എന്റെ പേര് ജീത്ത്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഞാൻ കണ്ടായിരുന്നേ. എന്നാലും ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന ആ സംഭവം, പക്ഷെ ആ സംഭവം ശരിക്കും പറഞ്ഞാല് സാധാരണ നമ്മൾ പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്നത് 1 മണിയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ അപ്രൂവൽ വരാൻ ഒരു 6 മണി 7 മണി ഒക്കെയാണ് സാധാരണ. അന്നേരം പേഷ്യന്റ് അത്രയും നേരം വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ തന്നെ പോവാം എന്നുള്ള ഒരു രീതിയിൽ നമ്മളൊരു കാർഡ് ഇഷ്യൂ ചെയ്യും. പക്ഷെ അതിനു മുമ്പ് ഓൺലൈൻ സൈനപ്പ് ഉണ്ട്. അതൊരു ലെൻഡിങ് ഫേമുമായിട്ടാണ് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ 3 ലക്ഷം രൂപ വരെയുള്ള ക്ലെയിം, 3 ലക്ഷം രൂപ വരെയുള്ള ലെൻഡിങ് നമ്മൾ തരുന്നു. നിങ്ങൾ 7 ദിവസം കൊണ്ട് അടച്ചാൽ പലിശയില്ല. 7 ദിവസത്തിന് ശേഷം അടച്ചാൽ 8ാം ദിവസം മുതൽ 18% പലിശ. ഇങ്ങനെയുള്ള ഒരു സ്കീം ആൽഡൻ എന്ന് പറഞ്ഞൊരു കമ്പനി രാജഗിരിയില് നമ്മുടെ ആസ്റ്ററില് കോഴിക്കോട്, കണ്ണൂർ. ഞാൻ കണ്ണൂർ വർക്ക് ചെയ്തായിരുന്നു. ഞാൻ 1.5 മാസം വർക്ക് ചെയ്തുള്ളൂ. അത് ഞാൻ വർക്ക് ചെയ്തത് നിയമപരമായ സെറ്റപ്പാണ്. പക്ഷെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഇന്റൻഷനലി പേഷ്യന്റ് വന്ന് കയറുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഇൻറ്റിമേറ്റ് ചെയ്യാതെ ഏറ്റവും അവസാനം ഇൻഷുറൻസ് കമ്പനി പാസ്സാക്കിയില്ലെന്ന് പറഞ്ഞ് അവരെ ടെംപ്റ്റ് ചെയ്ത് ലോൺ എടുപ്പിച്ച് പോകുന്ന രീതി, അത് ഒരു എത്തിക്കലായിട്ടുള്ളതല്ല. താങ്കൾ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ആ ഇൻഷുറൻസിന്റെ? മാർക്കറ്റിംഗിലായിരുന്നു. അന്നേരം സിമ്പിൾ ചോദ്യം, അതായത് ഈ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് ചാരിറ്റി സ്ഥാപനമല്ലല്ലോ, ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണല്ലോ. അതെ. ഞാൻ പല മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളുടെ മാർക്കറ്റിംഗ് മേധാവിയായി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് ആശുപത്രി മേഖലകളിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പദവി വരെ ഞാൻ ഇരുന്നിട്ടുള്ള ഒരാളാണ്. നമ്മളൊരു മാർക്കറ്റിംഗിന് ഒരാളെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ബിസിനസ് നടത്തുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, മാക്സിമം കച്ചവടം പിടിക്കുക. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടിയാണ് മാർക്കറ്റിംഗ് സ്റ്റാഫുകളെയും ഈ സംവിധാനങ്ങളെല്ലാം. അന്നേരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റെഫറൽ മാർക്കറ്റിംഗിന് എന്താ ചെയ്യുന്നത്? നമ്മൾ ആശുപത്രികളിലെ ഇൻഷുറൻസ് ഡെസ്കിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ പലതരത്തിലുള്ള ടൈപ്സ് വെക്കും. ഒന്ന് മാനേജ്മെന്റുമായിട്ടുള്ള ടൈപ്സ് ഉണ്ട്, 2 ഇൻഷുറൻസ് ഡെസ്കിൽ ഇരിക്കുന്നവരുമായിട്ടുണ്ട്. കാരണം നമ്മുടെ ശരിക്കും മാർക്കറ്റിംഗ് പണി ചെയ്യുന്നത് അവരാ. അന്നേരം അവർക്ക് കട്ട്സ് നമ്മൾ ഓഫർ ചെയ്യും, അവർക്ക് ഉണ്ടാവും. അന്നേരം അവരാണ് നമുക്ക് വേണ്ടി ഈ ഡീൽ നടത്തുന്നത്, അവരാണ് പിച്ച് ചെയ്യുന്നത്. അന്നേരം അവർക്ക് നമ്മൾ ഇൻസെന്റീവ്, നമ്മൾ കട്ട്സ് കൊടുക്കും. അവർ മാക്സിമം അന്നേരം എന്ത് ചെയ്യും? ഈ പണി ചെയ്യും. അതാണ് ആള് പറഞ്ഞത്. താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്താ വെച്ചാല് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് ഹോസ്പിറ്റലില്, എന്റെ പൊന്നു സുഹൃത്തെ, അതാ ഞാൻ പറഞ്ഞത്. ഹോസ്പിറ്റലുകളുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിരുന്ന ആളാ ഞാൻ. മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് മാർക്കറ്റിംഗ് എന്നുള്ള പദവിയിൽ ഇരുന്ന് ഡയറക്ടർ മാർക്കറ്റിംഗ് പദവിയിൽ ഇരുന്ന ആളാണ് ഞാൻ. അന്നേരം എന്നോടാണ് നിങ്ങൾ ഇത് പറയുന്നത് അങ്ങനല്ല, ഞങ്ങളുടെ ഉദ്ദേശം അങ്ങനെയാണെന്നല്ല. വ്യക്തമാണ്. നിങ്ങൾ അതിനകത്തോടെ ഒരു നൈസ് മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ നടത്താൻ നോക്കിയത്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ സ്ഥാപനങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഇന്റൻഷൻ അങ്ങനെ ചെയ്യത്തില്ലെന്നാ. കമ്പനിയിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല എന്നുവെച്ചാൽ ഇതൊന്ന് സാർ കേൾക്കുക. അവരെന്നോട് പറഞ്ഞത് അവരുടെ രീതി എങ്ങനെയാ വെച്ചാല് ബെഡ് ടേൺ ഓവർ കൂട്ടാൻ. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഡിസ്ചാർജ് ആയിട്ട് പേഷ്യന്റ് ഇനി 6 മണി വരെ വെയിറ്റ് ചെയ്ത് അത്രയും നേരം കൂടെ അടുത്ത പേഷ്യന്റിനെ കയറ്റാൻ പറ്റും. അല്ല, ഇത് ഞാൻ പറഞ്ഞ സുഹൃത്തെ, ഇതിന്റെ ടാക്ടീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതൊരു കൂട്ടുകൃഷിയാണ്. അതായത് ഇപ്പൊ TPAക്ക് വേണമെങ്കിൽ ഇത് ഓൺ ടൈം വേണമെങ്കിൽ ഈ ബില്ല് ക്ലിയർ ചെയ്ത് വിടാം. അതായത് എന്തിനാ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അത് വളരെ സ്പെസിഫിക്കാ. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ആയിട്ടോ നമുക്ക് സപ്പോർട്ട് കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. അങ്ങനെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടാകുന്ന അസുഖങ്ങൾക്കാണ് നമുക്കത് ചെയ്യുന്നതും കിട്ടുന്നതും. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ
ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാൾ പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു, ട്രീറ്റ്മെന്റ് എടുക്കുന്നു, അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യമായിട്ടും അപ്ഡേറ്റ്സും റിപ്പോർട്ട്സും ഇൻഷുറൻസ് ഡെസ്കിൽ നിന്ന് TPIക്ക് നൽകുന്നു, അവരത് ഫോളോ അപ്പ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ കൃത്യമായിട്ടും അതിന് വേണ്ടുന്ന സംവിധാനം ഒരുക്കുക എന്നുള്ളത് ആ TPയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം കസ്റ്റമറായ പേഷ്യന്റിന് യാതൊരു ഹഡിൽസും ഇല്ലാതെ വളരെ വളരെ ഫ്രീ ആയിട്ട് പ്രോംപ്റ്റ് ആയിട്ട് ഓൺ ടൈം അവർക്ക് ക്യാഷ്ലെസ് ആയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടി പോവുകയും ആ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോലും ഫോളോ അപ്പ് ചെയ്യേണ്ട, ആ കസ്റ്റമർ തന്നെ വിളിച്ച് റിന്യൂ ചെയ്യും. എല്ലാ വർഷവും അവര് ഫോളോ അപ്പ് പോലും ചെയ്യേണ്ട, അത്രയും പ്രോംപ്റ്റ് ആയിട്ട് സർവീസ് കിട്ടുമ്പോഴത്തേക്കും അവർ ചെയ്യും. പക്ഷെ പല ഇൻഷുറൻസ് കമ്പനികളും, ചുരുക്കം ചില കമ്പനികൾ ഒഴികെ ബാക്കി എല്ലാം ഇതേപോലത്തെ ഉടായ്പ പണികളാണ് കാണിക്കുന്നത്. അങ്ങോട്ട് പണം മേടിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവും, പണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ 150 കണ്ടീഷൻസ് വെക്കും. അത് ഞാൻ അനുഭവിക്കുന്നതാണ്. എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് ഞാനിപ്പം 3 മാസമായി യുണൈറ്റഡ് ഇന്ത്യ മെഡിസിന്റെ പുറകെ നടക്കുക. ഏറ്റവും അവസാനം റീജിയണൽ ഓഫീസിൽ കംപ്ലൈന്റ് കൊടുത്തു. 3 മാസമായി. അവർ ചെയ്തതെന്ന് വെച്ചാൽ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ് 20,000 രൂപ തന്നു. പക്ഷേ സർജറിയുടെ സമയത്ത് നമ്മള് പിന്നെ അത് മലബാർ ക്യാൻസർ സെന്ററിലാണ് പോയത്, സർക്കാരിന്റെ. അവിടെ അന്നേരം ചിലവായി 15,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 3 മാസമായിട്ട് ഓരോ പേപ്പറുമായിട്ട് അവരുടെ പുറകെ നടന്നു. ഏറ്റവും അവസാനം യുണൈറ്റഡ് ഇന്ത്യ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതിന്റെ പുറകെ നടക്കുക. അന്നേരം അതിന്റെ ഒരു ഇതും കൂടാണ് ഞാൻ. അല്ല, അതാ പറഞ്ഞ അതിന് ഇവിടെ വേണ്ടുന്നത്, അതാ പറഞ്ഞത്, ഇത് ജനങ്ങൾ അവെയർ ആകണം. നമ്മളിപ്പോ പണം അടച്ചിട്ട് നമ്മളെപ്പോലെ 10,000-കണക്കിന് ആളുകൾ അടച്ചിട്ട് ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഇതുപോലെ തട്ടിപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള നടപടികൾ ഇവിടെ ഉണ്ടാകണം. ഇത് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകണം. അന്നേരം അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരം നമ്മളത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന്റെ റീസൺ. ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഇതിന്റെ പിന്നിലുള്ള ഇത് മനസ്സിലാക്കണം. ഇതൊന്നും അവരുടെ ഔദാര്യമല്ല. ഇൻഷുറൻസ് എടുത്തവന്റെ അവൻ ഒരുമാതിരി ഇവന്റെ അടിമ പോലെ ഇവൻ പറയുന്ന പോലെ താളത്തിനൊത്ത് തുള്ളേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അവർക്ക് പ്രോംപ്റ്റ് ആയിട്ട് ഓൺ ടൈം അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദാറ്റ്സ് ദെയർ റെസ്പോൺസിബിലിറ്റി. പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവൻ വെറുതെ വന്ന് അവിടെ കിടക്കത്തില്ലല്ലോ. ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവർ പ്രോംപ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലുമായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ടും ആ പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമ്മറി ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ഒബ്റ്റെയിൻ ചെയ്ത് കൃത്യമായിട്ടും അതിന്റെ ബില്ലുകൾ അവർക്ക് പേഷ്യന്റിന് പെട്ടെന്ന് ക്ലിയർ ഓഫ് ചെയ്യാൻ പറ്റാവുന്ന സംവിധാനങ്ങളും കമ്പനിക്കും നഷ്ടമുണ്ടാകാത്ത രീതിയിൽ ഹോസ്പിറ്റലുകൾ ഈ ഇൻഷുറൻസ് കമ്പനിയെ പറ്റിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ അവരെ ഉണ്ടാക്കേണ്ടത്. അതിന് അവർക്ക് സംശയമുണ്ട്, അല്ലെ അവരെ ഇൻഷുറൻസ് കമ്പനിയെ ആശുപത്രി പറ്റിക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഇവര് തമ്മിലുള്ള കൺഫ്യൂഷനുകൾ കൊണ്ടും ഇവരുടെ ചെക്ക് ആൻഡ് ബാലൻസിന് പേഷ്യന്റ് എന്തിന് ബലിയാടാകണം? അവൻ അഡ്വാൻസ് പൈസ അടച്ച്. എന്റെ ഫ്രണ്ടിന്റെ ഹോസ്പിറ്റലില് ആ സർജൻ 2,000 രൂപ ചാർജ് ചെയ്തത്. പക്ഷേ ആ ഇൻഷുറൻസ് ഡെസ്കിലിരിക്കുന്ന ആള് ഇൻഷുറൻസ് കമ്പനിക്ക് ചാർജ് ചെയ്ത 9,000 രൂപ. അതാ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചോളും അത്തരത്തിലുള്ള അവരുടെ അസോസിയേറ്റ്സിനെ, അവരുടെ എംപാനലിൽ ഇതേക്കുന്ന ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചോളും കൃത്യമായിട്ട് അവർക്ക് ഓരോന്നിനും ഓരോ റേറ്റ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ആശുപത്രിക്ക് തോന്നുന്ന രീതിയിൽ ഓരോ സർജറിക്കും ഓരോ പ്രൊസീജിയറിനും കൃത്യമായിട്ടും ഓരോരുത്തരും എഗ്രി ചെയ്യുന്ന റേറ്റുകളുണ്ട്. ഓരോരോ പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഹെർണിയ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ള ഹെർണിയകൾ, അത് ഓപ്പൺ ആണെങ്കിൽ എത്ര, കീ ഹോൾ ആണെങ്കിൽ എത്ര, അങ്ങനെ കൃത്യമായിട്ടും ഓരോരോ പ്രൊസീജിയറുകൾക്കും കൃത്യമായി അവർ തമ്മിൽ വെളിയിൽ മേടിക്കുന്നത് വേറെ റേറ്റ് ആയിരിക്കും. പക്ഷെ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് എഗ്രി ചെയ്തേക്കുന്ന ഒരു തുകയുണ്ട്. ആ തുക കൊടുക്കാനേ അവർ ബാധ്യസ്ഥരുള്ളൂ. അന്നേരം അന്നേരം പലപ്പോഴും ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതും ഒക്കെ ഇവർ ആവശ്യമില്ലാത്ത എക്സോർബിറ്റഡ് ആയിട്ടുള്ള റേറ്റ് കയറ്റി വിടും. അന്നേരം ഇൻഷുറൻസ് കമ്പനി അതിന് ഒബ്ജക്ട് ചെയ്യും. ഇങ്ങനെ ഈ ഇവര് തമ്മിലുള്ള ഡിസ്പ്യൂട്ട് കൊണ്ടാണ് ഈ ഡിലേ ഉണ്ടാകുന്നത്. പേഷ്യന്റുമായിട്ടുള്ളതല്ല. അത് പേഷ്യന്റ് എന്തിനാ സഫർ ചെയ്യണം? അങ്ങനെയുള്ള ഒരു ഓഡിറ്റ് സംവിധാനം നമ്മൾ കൃത്യമായിട്ടും ഓരോ പേഷ്യന്റിനും ഇതുപോലെ നമുക്ക് ഡിലേ ഉണ്ടായി, ഈ ഇൻഷുറൻസ് പേയ്മെന്റിന്റെ ഇഷ്യൂ കൊണ്ട് തന്നെ രോഗിക്ക് അവിടെ മണിക്കൂറുകളോളം കിടക്കേണ്ടി വന്നു, സാമ്പത്തിക മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായെന്നുണ്ടെങ്കിൽ ഇതിനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം. കൃത്യമായിട്ടും അതിന് ആ ഒരു ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ അതിന്റെ കൺസേൺ ഏജൻസിക്ക് കൃത്യമായിട്ടും ഇത് ഓഡിറ്റ് ചെയ്യാൻ പറ്റണം. ഇത് ആരുടെ മിസ്റ്റേക്കാണ്? ഇത് ഹോസ്പിറ്റൽ എക്സോർബിറ്റന്റ് റേറ്റ് ചാർത്തി ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിക്കാൻ നോക്കിയതാണോ, അതോ തിരിച്ചാണോ, അതോ ഇൻഷുറൻസ് കമ്പനി കൊടുക്കാൻ മടിക്കുന്നത് കൊണ്ടാണോ, എന്താണെന്ന് ഓഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് അതിന് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റാവുന്ന അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം. ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ ഇയാളുടെ എന്ന് പറഞ്ഞ കമ്പനികൾക്ക് ചാൻസ് എന്ന് വെച്ചാൽ അവർ 6 മണിക്കൂർ 7 മണിക്കൂർ ലേറ്റ് ആണെന്ന് പറഞ്ഞ പേഷ്യന്റിനെ പേടിപ്പിച്ചിട്ട് അവര് സൈൻ ചെയ്യിപ്പിക്കും. അതിന്റെ പിന്നിൽ ഒരു വലിയ തട്ടിപ്പല്ലേ. അതായത് നമ്മളിപ്പോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന എന്തിനു വേണ്ടിയാ? ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയാണ് ഇവൻ പറയുന്ന പൈസ കൊടുത്ത് നമ്മൾ പൈസ കൊടുക്കുന്നത്.
എന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത ശേഷം വീണ്ടും എന്നിട്ട് പറയുന്നു ഞാൻ എന്തെങ്കിലും കാരണവശാൽ കിട്ടിയില്ലെങ്കിൽ അത് വേറെ ഒരു ബ്ലേഡുകാരന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ പൈസ അറേഞ്ച് തരാം, എന്നിട്ട് അത് അതിന്റെ പലിശ നിങ്ങൾ അടച്ചാൽ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്ത് ന്യായം ഇരിക്കുന്നത്? അത് ശരിയാണ്. അതെന്ന് പറഞ്ഞാൽ അത് ഇതിന്റെ മറവിൽ എന്താ വാഴ കൃഷിക്കിടയിൽ നടത്തുന്ന ഒരു ചീരകൃഷിയാണെന്ന് മനസ്സിലാക്കണം. ഇത് പർപ്പസ്ഫുള്ളി ഇത് ഹോസ്പിറ്റലും ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു തട്ടിപ്പാ. ശരിയാണ്. അന്നേരം ഇത് ചിലപ്പം ഈ ഇൻഷുറൻസ് കമ്പനികളുടെ തന്നെ മറ്റൊരു സബ്സിഡറി ആയിരിക്കും ഈ ഫിനാൻസ് ചെയ്യുന്ന ബ്ലേഡ് കമ്പനി. ഇതുപോലെ തന്നെ ഇവിടെ ഇത് സ്റ്റെന്റ് കമ്പനികൾ, സ്റ്റെന്റ് കൊടുക്കുന്ന കമ്പനികളെ സംബന്ധിച്ചാൽ ഇപ്പൊ ഇത് അവർ EMI സംവിധാനം വരെ ഒരുക്കിയിട്ടുണ്ട്. ഒരു 4 ലക്ഷം രൂപ ആണെങ്കിൽ അവർ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് EMI ആയിട്ട് അടച്ചാൽ മതി. അന്നേരം ഇവരുടെ ഉറപ്പെന്താന്ന് ചോദിച്ചാല് ഡോക്ടറെ കാണാൻ കൃത്യമായിട്ട് എല്ലാ മാസവും ഫോളോ അപ്പിന് ഇടും. അന്നേരം ആ ഫോളോ അപ്പിന് വരുന്നതിന് മുമ്പായിട്ട് ഇവർ ഈ പൈസ EMI അടയ്ക്കും. അന്നേരം വേറെ ഏത് സെഗ്മെന്റിൽ EMI കൊടുക്കുന്നതിനേക്കാളും ഇവർക്ക് ഏറ്റവും സേഫ് കച്ചവടം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സർജറി കഴിഞ്ഞ പ്രൊസീജിയർ കഴിഞ്ഞ ആളുകൾക്ക് പൈസ കൊടുക്കുന്ന. അന്നേരം ഡോക്ടർക്കും അതിന്റെ കട്ട്സ് കിട്ടും, ഡോക്ടറും ഇതുപോലൊരു പിരിവുകാരന്റെ റോള് വഹിക്കും. ശരിയാണ്. അന്നേരം ഇതിനകത്ത് വലിയൊരു വ്യാപ്തിയിലുള്ള ഒരു തട്ടിപ്പുണ്ട്. ഇത് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം തുടങ്ങുന്നത്. ഇത് വലിയൊരു മാഫിയാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഇത് ഒരു വലിയൊരു മാഫിയാണ്. എല്ലാരും കൂടെ ഉള്ള അന്നേരം ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വെളിയിൽ വരട്ടെ. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതും ആളുകൾക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റുന്നതും. അതുപോലെ തന്നെ ഇത്തരം സമാനമായ തട്ടിപ്പുകളുടെ വിക്ടിംസ് നമ്മളെ വിളിക്കുമ്പോൾ കൃത്യമായിട്ടും ഇത് ഏതൊക്കെ രീതിയിൽ തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അത് തന്നെ. പിന്നെ ഇത് ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ക്യാഷ്ലെസ് എന്ന് പറയുന്നതാ. 99% ക്യാഷ്ലെസ് അല്ല. എന്താ വെച്ചാൽ ഓൺ ആൻ ആവറേജ് 80 to 85% കൊടുക്കുള്ളൂ. അന്നേരം ഒരിക്കലും ഇത് ക്യാഷ്ലെസ് അല്ല, എല്ലാം ക്യാഷ് കൊടുക്കേണ്ടതാ. ഈ പാവങ്ങളെ ഇൻഷുറൻസ് ഇപ്പം ഇതിനകത്ത് വേറൊരു തരത്തിലുള്ള തട്ടിപ്പ് നടത്തും. ഇതിപ്പോ ഇൻഷുറൻസ് കമ്പനിയോട് നിങ്ങൾ പറയണ്ട, ഇപ്പൊ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഇത് നിങ്ങൾക്ക് ഇത്രേ കിട്ടത്തുള്ളൂ, നിങ്ങൾ ബാലൻസ് എമൗണ്ട് ഇത് ഇൻഷുറൻസ് കമ്പനിക്കാരനും അറിയണ്ട. നിങ്ങൾ ഈ ബാലൻസ് എമൗണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ സർജറിക്ക് ഇപ്പം 4 ലക്ഷം രൂപ വരുന്നു, ഇൻഷുറൻസ് കമ്പനി 3 രൂപ തരത്തുള്ളൂ, നിങ്ങൾ ഒരു 2 രൂപയുടെ അടയ്ക്കണം, ഇത് ഇൻഷുറൻസ് കമ്പനി അടയ്ക്കേണ്ട, ഈ 2 രൂപ ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ മേടിക്കുന്ന എത്രയോ ഇൻസ്റ്റൻസ് ഉണ്ട് ഇല്ലേ? അന്നേരം ഇതും വലിയൊരു തട്ടിപ്പല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ വേറെ ക്യാൻസർ സെന്ററിൽ പോയോണ്ട് വേറെ ഒരു കാര്യം ഞാൻ പറയാം. മരുന്നിന്റെ മലബാർ ക്യാൻസർ സെന്റർ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. 500 രൂപ MRP മരുന്ന് അവര് തരുന്നത് 100 രൂപയ്ക്ക്. അന്നേരം സാധാരണ ഒരു പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റൽ എത്രമാത്രം ലാഭം എടുക്കുന്നെന്ന് സാറൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ ആശുപത്രിയിൽ ഇരിക്കുന്ന ഓരോ ബ്രാൻഡഡ് മെഡിസിനും അവിടെ പർച്ചേസിംഗിൽ ഇരിക്കുന്നോ മാനേജ്മെന്റിനോ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഏറ്റവും ചാത്തൻ മെഡിസിൻസ് ആണ് വിതരണം ചെയ്യുന്നത്. ഈ മരുന്നുകളുടെ ഒരു മരുന്ന് തന്നെ എത്ര ക്വാളിറ്റിയിലുള്ള മരുന്നുകളുണ്ട്. അതിൽ ആ സ്റ്റിപ്പുലേറ്റഡ് ക്വാളിറ്റിയുള്ള മരുന്നുകളൊന്നും ഇല്ലാതെ വെറും സബ്സിഡൈസ്ഡ് റേറ്റിൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള മരുന്നുകൾ അത് ഡോക്ടർക്കാണെങ്കിലും മാനേജ്മെന്റിനാണെങ്കിലും കിട്ടുന്നേ അവര് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അത് ഞാൻ ഞെട്ടിപ്പോയി. എന്താ വെച്ചാൽ അമ്മയുടെ ക്യാൻസറിന് വേണ്ടി ഇത് എടുത്തപ്പോ അവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞു, നമ്മള് ഇത് കൊടുക്കുന്നത് നമ്മളൊരു 30% പ്രോഫിറ്റ് എടുത്തിട്ടാ. ഇപ്പൊ ഈ സ്റ്റെന്റ് പറയുന്ന സാധനം, അതായത് ഈ സ്റ്റെന്റ് 1 ലക്ഷം രൂപയ്ക്കും 1.25 ലക്ഷം രൂപയ്ക്കും കൊടുക്കുന്ന ഈ സ്റ്റെന്റിന്റെ ഒരു മാക്സിമം പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 450 രൂപ 500 രൂപ അല്ലെ ഉള്ളൂ. അത്രയും അതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് വരത്തുള്ളൂ, ഇതിന്റെ ആക്ച്വൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. പിന്നെന്ത് പറയാൻ, ഞാനൊരു 500 രൂപയുടെ മരുന്ന് 150 രൂപ കിട്ടിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സ്റ്റെന്റ് കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയ നമ്മുടെ ഈ പേനയ്ക്കകത്ത് ഇടുന്ന ഒരു സ്പ്രിങ്ങിനേക്കാളും വളരെ നേരത്തെ ചെറിയ ഒരു മെറ്റീരിയൽ ആണത്. അതിനാണ് ഈ ചാർജ് ചെയ്യുന്നത്. എല്ലാം മാഫിയാണ് സാറേ, എല്ലാം മാഫിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ജീത്ത് i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.